എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങ് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം വണ്ടിപ്പെരിയാറിലും തോട്ടമേഖലയിലും ബാധിച്ചിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പെരിയാർ റെസ്റ്റോറൻറ്റ് അടച്ചിരിക്കുകയാണ്. 13 തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടമാകുന്നത്. അതോടൊപ്പം തന്നെ തൊഴിൽ ഉടമയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം പാചകവാതക സിലിണ്ടർ ലഭിക്കുന്നില്ല എന്നാണ് തൊഴിൽ ഉടമ പറയുന്നത്. അതോടൊപ്പം തന്നെ തോട്ടമേഖലയും പ്രതിസന്ധിയിലേക്ക് എന്ന വിരൽ ചൂണ്ടുകയാണ്. അതായത് നമ്മുടെ അടുക്കളയിലേക്കും യുദ്ധം എത്തി തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഇത്. വാർത്തയിലേക്ക്. ഇറാൻ അമേരിക്ക യുദ്ധം നമ്മുടെ അടുക്കളയിലേക്കും എത്തിയതിന്റെ തെളിവായാണ് ഇന്ധനക്ഷാമവും പാചകവാതക സിലിണ്ടർ ക്ഷാമവും ഇന്ത്യയിലാകെ നേരിടുന്നത്. ഇറാന്റെ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് പല രാജ്യങ്ങളിലേക്കുമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. യുദ്ധഭീതിയിൽ പല രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച് രാജ്യത്തെ ഇന്ധനക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിൽ പല ഹോട്ടലുകളിലും ഇപ്പോൾ പാചകവാതക സിലിണ്ടർ ക്ഷാമം നേരിട്ടത് മൂലം വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ഇന്ന് വണ്ടിപ്പെരിയാറിലും ബാധിച്ചിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ പെരിയാർ കാറ്ററിംഗ് പെരിയാർ റെസ്റ്റോറന്റ് എന്ന സ്ഥാപനം പാചകവാതക സിലിണ്ടറിന്റെ ലഭ്യത കുറവ് മൂലം അടയ്ക്കുകയാണ് എന്ന് ഉടമ ഷെഫീഖ് പറയുന്നു. യുദ്ധഭീതി വണ്ടിപ്പെരിയാറിലെ നമ്മുടെ അടുക്കളകളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള തെളിവായിട്ട് നമ്മുടെ വണ്ടിപ്പെരിയാറിലും നമ്മുടെ സ്ഥാപനത്തിലും ഗ്യാസ് സിലിണ്ടറിൻ്റെ അഭാവം ഉണ്ട്. തുടർന്ന് ഇന്ന് വരെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോയി. തുടർന്ന് മുന്നോട്ട് ഗ്യാസ് സിലിണ്ടർ സുലഭമായിട്ട് കിട്ടാത്ത പക്ഷം ഞങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇന്ന് മുതൽ ഞങ്ങൾ കട അടയ്ക്കുകയാണ്. നമ്മുടെ കട അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഞങ്ങളെ ആശ്രയിച്ച് ഈ നാട്ടിലെ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരുപാട് ആളുകളും വന്ന് നമ്മുടെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളാണ്. നിരന്തരം നമ്മുടെ കടകളെ ആശ്രയിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ കടയെ കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് അവരെല്ലാവരും. അപ്പോൾ അവർ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് മക്കളെ പഠിപ്പിക്കുന്ന ആളുകളാണ്. 1 2 മക്കളുള്ള ആളുകളൊക്കെ ഈ കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രായമുള്ളവരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ വല്ലാത്തൊരു പരിതാപത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. തുടർന്ന് മുന്നോട്ട് വരാനിരിക്കുന്നത് ഒരു സീസണാണ്. വെക്കേഷൻ ടൈമാണ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ കുട്ടികളെയും ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന കുട്ടികളെ വരെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർബന്ധിതരാകുന്നത്. ഇവിടെ 13 തൊഴിലാളികളാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളത്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ വിശപ്പടക്കാൻ സമീപിക്കുന്നതും ഈ ഹോട്ടലിനെയാണ്. ഇന്ധന പ്രതിസന്ധിയിൽ ഹോട്ടൽ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് ഹോട്ടൽ മേഖലയുടെ പാചകവാതക സിലിണ്ടർ ലഭ്യത തകർച്ചയിൽ നിന്നും കരകയറ്റാനുള്ള നടപടി ഉണ്ടാക്കണം എന്നാണ് ഉടമകളുടെയും ആവശ്യം. ഇതോടൊപ്പം തന്നെ കാറ്ററിംഗ് മേഖലയ്ക്കും ഈ യുദ്ധം ബാധകമായിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ യുദ്ധം കടുക്കുകയാണെങ്കിൽ വീട്ടിലും വിറകടുപ്പ് പുകയ്ക്കേണ്ട സ്ഥിതിയിലേക്കാണ് കേരളവും പോകുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Celebrating 25 years of excellence in education, Trinity Garden Public School, Vandiperiyar. The only CBSE school in Pyramid Taluk, offering a future-ready curriculum with AI and robotics, spacious classrooms, well-equipped laboratories, an extensive sports facility, including school bus facility in our campus. Admission open for the academic year 2026-27. Where learning shapes the future. Enroll your child today at Trinity Garden Public School, Vandiperiyar.